ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മുടെ വഴുതനങ്ങ ഒരു വെറൈറ്റി ഫ്രൈ ചെയ്യാൻ പോകുന്നു. വഴുതനങ്ങ ഫ്രൈ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മസാലയാണ് കേട്ടോ. അടിപൊളി ഐറ്റമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിതിന് വേണ്ടിയിട്ടൊരു 4 വഴുതനങ്ങ മൂപ്പത്താത്തതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ചെറിയ ഒരല്പം നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാൻ പാകത്തിനുള്ള വലിപ്പത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഒരു അരക്കപ്പ് തേങ്ങ ചിരവ് ചെയ്ത്, അത് നമുക്ക് മസ്റ്റായിട്ട് വേണം. നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 10 ഗ്രാം ഗാർലിക് ജിഞ്ചർ പേസ്റ്റും ടേസ്റ്റിന് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേരേണ്ടത് ഒരു ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ. ആ മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് തിരുമ്മി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റോളം വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പ് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രൈ ആകും കേട്ടോ, അധികം വേവൊന്നുമില്ല. പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ വഴുതനങ്ങയിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ ഒന്ന് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇറക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയി വന്നു, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്ന ഈ വഴുതനങ്ങ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത പാൻ തന്നെ അടുപ്പിൽ വെച്ച് നമ്മുടെ ഈ അരക്കപ്പ് തേങ്ങ ഒന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യണം. കാര്യം പ്രത്യേക എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ തേങ്ങാപ്പീര ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന്. അതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതേപോലെ നല്ല ബ്രൗൺ കളറാകണം. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയ്ക്കകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വഴുതനങ്ങ വെറൈറ്റി ഫ്രൈ റെഡി. സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ വഴുതനങ്ങ സ്പെഷ്യൽ ഫ്രൈ റെഡി ആയിട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
സൂപ്പർ, ഒന്നും പറയാനില്ല. നമ്മളാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ മീറ്റ് മസാല ഇതെല്ലാം കൂടെ പുരട്ടി നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴല്ലോ വേറെ ലെവല് ഡബിൾ ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും